ഞാൻ ആദ്യം ചെയ്തത് സിനിമയാണ്. 2 സിനിമ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സീരിയലിലോട്ട് വന്ന് കാണാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ. ഇത് നമ്മുടെ എന്താ പറയാ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്. അതെ. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ എന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അതെ. ഇതെന്ന് വെച്ചാൽ ദിവസം 12 മണിക്കൂർ നമ്മൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അഭിനയിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഫീൽഡിലോട്ട് വന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. കുട്ടിക്കാലം തൊട്ട് എനിക്ക് ആക്ടർ ആവണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ടർ ആവാൻ പറ്റിയതിൽ സന്തോഷം. കാരണം ഞാൻ ബോംബെയിലുണ്ടായിരുന്നു കുറെ നാൾ. അപ്പൊ അവിടെ ഒരുപാട് ഓഡിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഓഡിഷൻസ് അത് മാത്രമല്ല, ഞാൻ ആക്ടിങ് പഠിച്ചിട്ടുണ്ട്. എവിടെ? അനുപം ഖേർ ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരുപാട് പിള്ളേരുണ്ട്. അവർക്ക് ആർക്കും എവരിബഡി ഈസ് നോട്ട് ലക്കി ഇനഫ് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ലക്ക് ഫാക്ടറാണ്. അപ്പം അത് കിട്ടിയതിൽ, നിൽക്കാൻ പറ്റിയതിൽ, അഭിനയിക്കാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ തിയേറ്ററിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി അവിടെ ലൈവ് റെക്കോർഡിങ്സ് ഒക്കെ കാണുമായിരുന്നു. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ഞാൻ ലാസ്റ്റ് മൂമെന്റ് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഒരു നാടകത്തിൽ പോകുന്നത്. അത് ചെയ്തപ്പോ എനിക്ക് എന്താ പറയാ, ഞാൻ ഈ ഓഡിയൻസിലോട്ട് ഇറങ്ങി പോകുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പം അത് അവിടെ നാടകം ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചു. പുള്ളിക്ക് അറിയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഗൂസ് ബം, ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ദാറ്റ് ഇസ് വെൻ ഐ റിയലൈസ്ഡ് ഇതാണ്, ദിസ് ഇസ് വാട്ട് മൈ പാഷൻ ഇസ്. അതിനു മുമ്പ് ആഗ്രഹമുണ്ട്. ഐ ഫെൽറ്റ് നൈസ്. പെർഫോം ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടി. ഒരു ഗൂസ് ബം നമുക്ക് റിയലൈസ് ചെയ്യില്ലേ, ഇതാണ് എന്റെ പാഷൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ. അങ്ങനെ എനിക്ക് അന്ന് തോന്നി. അപ്പൊ ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് എനിക്ക് എന്റെ ലൈഫിൽ ഇതാണ് ചെയ്യേണ്ടത്. കാരണം എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. കാരണം നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഇപ്പം 5 മണിയായോ എപ്പം വീട്ടിൽ പോകും, എപ്പോഴാണ് ലോഗ് ഔട്ട് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അറിയാം. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നാളെ ഷൂട്ടുണ്ട്, അതൊരു ഹാപ്പിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഫസ്റ്റ് ടൈം റിയലൈസ് ചെയ്തത് അങ്ങനെയാണ്. ഞാൻ ആ ഷോ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ലൈഫ് നല്ല സ്മൂത്ത് ആണ്. ഞാനൊരു സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിന്നാണ് വരുന്നത്. ചൈൽഡ്ഹുഡ് നല്ലതായിരുന്നു. പപ്പയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ അമ്മയാണെങ്കിലും, അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. അമ്മ ട്യൂഷൻസ് എടുക്കുന്ന ടീച്ചറും കൂടിയാണ്. ഞാൻ എൻ്റെ ബാൽക്കണിയിൽ നിന്ന് ചാടിയിട്ടുണ്ട്. ഈ ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടിട്ട് അതിൽ ഇവർ ഈ കൊടയൊക്കെ പിടിച്ച് ചാടൂല്ല. അത് നമ്മള് കുട്ടിയല്ലേ. ഭാഗ്യത്തിന് ഞങ്ങൾ താമസിച്ചോണ്ടിരുന്ന ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ഒന്നും പറ്റിയില്ല. അങ്ങനത്തെ ചില മണ്ടത്തരങ്ങളും. പക്ഷെ അതൊക്കെ നല്ലല്ലേ, അതൊക്കെ പറഞ്ഞിപ്പം ഓർമ്മിച്ച് ചിരിക്കാൻ. ലൈഫ് ഭയങ്കരമായിട്ട് സീരിയസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ടേണിംഗ് പോയിന്റോ അങ്ങനെ ഒന്നുമില്ല. ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്ട് അങ്ങനെയാണല്ലോ ഫെയിം ഗ്രോ ആവുന്നത്. അപ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും. അവർ റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആക്ടിങ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുമ്പോൾ അവിടെ ഒരു എന്താ പറയാ പോർട്രേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എഴുതി വെച്ചേക്കുന്ന there are 2 type of actors, one who want to be famous and one who lie. അപ്പൊ ആക്ടർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ തിരിച്ചറിയണം എന്ന ആഗ്രഹം എല്ലാവർക്കും കാണുമല്ലോ. അങ്ങനെ ആഗ്രഹം ഇല്ലാത്തൊരു പിന്നെ വീട്ടിൽ ഇരുന്ന് അഭിനയിച്ചാൽ പോലെ. അപ്പൊ ആൾക്കാരെ തിരിച്ചറിയണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷമാണ്. ഈ സീരിയൽ നല്ല സുഖമാണ്. അതിന്റെ ക്രെഡിറ്റ് മൊത്തം ഞാൻ സൈസാറാണ് കൊടുക്കുന്നത്. കാരണം ഒരു ലൊക്കേഷന്റെ വൈബ് എങ്ങനെ ആയിരിക്കണം എന്ന് ഐ തിങ്ക് ഒരു 95% ഒരു ഡയറക്ടറുടെ കയ്യിലാണ്. കാരണം പുള്ളിയാണ് ഇവിടെ ലൊക്കേഷനിൽ ഏറ്റവും ഹൈറാർക്കി ലെവൽ വൈസ് പുള്ളിയാണ് ഏറ്റവും മേളിലിരിക്കുന്നത്. പുള്ളി ആ പ്രഷർ കൊടുക്കുവാണെങ്കിൽ താഴെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്, അവരത് ആർട്ടിസ്റ്റ് അത് അങ്ങനെ താഴെ പൊക്കോണ്ടിരിക്കുക ആ കാര്യം. പക്ഷെ പുള്ളി നൈസാണ്. എന്ന് വെച്ച് വർക്കിൽ ഡിലേ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല. വർക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. പുള്ളിയുടെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ഒരു ടൂലാണല്ലോ. ആ ടൂലിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പുള്ളിക്ക് ശരിക്കും അറിയാം. ആർട്ടിസ്റ്റിനെ അൺകംഫർട്ടബിൾ ആക്കാതെ, എന്നാ അവരെ ഇപ്പം ആരെങ്കിലും ഫ്രഷർ ആണെങ്കിൽ ഒരുപാട് ചീത്ത പറയാതെ, അവര് പോലും അറിയാതെ അവരുടെ അടുത്ത് അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളത് ആസ് എ ഡയറക്ടർ ഐ തിങ്ക് അതൊരു വലിയ ക്വാളിറ്റിയാണ്. അത് പുള്ളിക്ക് നല്ലപോലെ ഉണ്ടത്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഫോൺ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം.
പുള്ളി എനിക്ക് വിഷുവിന് കൈനീട്ടുന്നുണ്ട്. അത് ഞാൻ എന്റെ ഫോണിന്റെ പുറകിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ വെച്ചേക്കും. അത് കാരണം എനിക്ക് പുള്ളി അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. ഹീസ് എ വെരി നൈസ് പേഴ്സൺ. ഈ സെറ്റും നല്ല സ്മൂത്ത് ആണ്. എല്ലാവരും സെറ്റിൽ ഇത് പറയണമെന്ന് വെച്ച് പറയുന്നതല്ല. ചേട്ടൻ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം എനിക്കൊന്നും ശശി സാറെ അറിയാവുന്ന ആരാണെങ്കിലും അവര് ഈ കാര്യത്തിൽ എന്തായാലും യോജിക്കും. ഞാൻ ജിമ്മിൽ പോകും, പിന്നെ കുറച്ച് വായിക്കും. ഷൂട്ട് സമയത്ത് പോകാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഷെഡ്യൂൾ ടൈറ്റ് ആണല്ലോ. ഉറങ്ങാൻ തന്നെ സമയം കിട്ടത്തില്ല. ചെയ്യണമല്ലോ, നമ്മളിങ്ങനെ ഒരു ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ അധികം തിന്നാവാതെയും അധികം വണ്ണം വെക്കാതെയും കുറച്ച് നൈസായിട്ട് ജിം ചെയ്യാൻ ഇഷ്ടമാണ്. കുക്ക് ചെയ്യും. ഞാനിപ്പോ എനിക്കൊന്നൊരു 10 വർഷത്തിൽ കൂടുതലായി ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. പ്രണയം നല്ലതാണ്. പിന്നെ തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് ആവുമ്പോ എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. പ്രണയം അതാണല്ലോ. കാരണം എനിക്ക് കിട്ടുന്ന മിക്ക ക്യാരക്ടേഴ്സും ഇങ്ങനെ നായികയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുക, ഇവൻ കുറച്ച് കുറുമ്പൊക്കെ ഉള്ള ഒരു ക്യാരക്ടേഴ്സാണ് എനിക്കുള്ളത്. പ്രണയിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ കഥാപാത്രങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മനസ്സിൽ എന്നും ഒരു പ്രണയം. ജീവിതത്തിൽ പ്രണയം തോന്നിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ തോന്നിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ കള്ളായിപ്പോ. പക്ഷെ ആ പ്രണയം പ്രത്യേകിച്ചൊന്നുമില്ല. വർക്ക്ഔട്ട് ആയില്ല, ഡ്രോപ്പ് ആയി പോയി, അത്രേ ഉള്ള. ഒരു അട്രാക്ഷൻ കാണും. നമ്മൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോ മനസ്സിലാവും ഓക്കെ വർക്ക്ഔട്ട് ആവുന്നില്ലെന്ന്. അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക, അത്രേ ഉള്ളു. അല്ലാതെ അങ്ങനെ അതില് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടൊക്കെ പറയുന്ന എല്ലാവരും എന്റെ മലയാളത്തിന് ഒരു സ്ലാങ് ഉണ്ട്, ഒരു ചവയുണ്ടെന്നൊക്കെയാ പറയുന്നത്. പക്ഷേ ഇനിയും നല്ലപോലെ മലയാളം സംസാരിക്കാൻ പറ്റും. മലയാളം സംസാരിച്ചിട്ട് മലയാള സിനിമകളും ചെയ്യണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. വരുവാണെങ്കിൽ തീർച്ചയായിട്ടും.